പക്ഷെ ജഗദീഷ് ശ്രീകുമാർ വളരെ മികച്ചൊരു വേഷം ചെയ്ത ഒരു സീരിയസ് വേഷം ചെയ്ത ഒരു സിനിമയുണ്ട്. അത് സംവിധായകൻ ജോഷിയുടെ ഒരു സിനിമ തന്നെയാണ്. ആ സിനിമയുടെ പേരാണ് കർത്തവ്യം. 1982 ഈ ഒരു സിനിമ റിലീസാവുന്നത്. ഞാൻ മേജർ ചന്ദ്രകാന്ത് എന്നും പറഞ്ഞ് കെ ബാലചന്ദ്രൻ എഴുതിയ അതൊരു നാടകമാണെന്ന് ആ ഒരു നാടകത്തിനെ ബേസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിനെ ബേസ് ചെയ്തിട്ട് സിനിമയും വന്നിട്ടുണ്ട്. ത്രെഡ് ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു ത്രെഡ് തന്നെയാണ്. അതായത് ഒരു കണ്ണ് കാണാത്ത ഒരു മേജർ രാംകുമാർ, അതാണ് മധു അവതരിപ്പിച്ചിട്ടുള്ള ഒരു കഥാപാത്രം. ശരിക്കും ഒറ്റ വരിയിൽ പറയുകയാണെങ്കിൽ ആ ഒരു കഥാപാത്രം, മധുവിന്റെ കഥാപാത്രത്തിന്റെ വീട്ടിലോട്ട്, അന്ന് അദ്ദേഹം മാത്രം ഉള്ളപ്പോൾ വീട്ടിലോട്ടൊരു കള്ളൻ വരുന്നു. അദ്ദേഹം ഒരു പോലീസിനെ കണ്ണുവെട്ടിച്ചിട്ട് വരുന്നതാണ്. അദ്ദേഹം ഒരു കൊലപാതകം ചെയ്തിട്ട് വരികയാണ്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ജീവിതം നശിപ്പിച്ച് സഹോദരിയെ കൊന്ന ആ ഒരു ആളെ, സഹോദരനെ കൊല്ലാന്ന് പറഞ്ഞ സഹോദരി ആത്മഹത്യ ചെയ്തതാണ്. ആ സഹോദരിയുടെ അത്ര ക്രൂരത ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രത്തിനെ കൊന്ന ശേഷം പോലീസിന്റെ പിടിയിൽ നിന്നും ജഗദീഷ് ശ്രീകുമാറാണ് ആ ഒരു കഥാപാത്രം രക്ഷപ്പെട്ടിട്ട് പോലീസിന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഈ മേജറിന്റെ വീട്ടിലോട്ട് വരുന്നതാണ്. എന്നിട്ട് ഈ മേജറിന്റെ അടുത്ത് അദ്ദേഹം പറയും, ഇതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു എന്നുള്ളത്. പക്ഷെ മേജറിന് കണ്ണ് കാണില്ല. മേജർ ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യണം അന്നത്തെ ദിവസം. പക്ഷെ മേജർ അറിയുന്നില്ല, അതായത് മധു അറിയുന്നില്ല, മധുവിന്റെ മകനായ രവികുമാർ ചെയ്ത കഥാപാത്രത്തിനെ കൊന്നിട്ടാണ് ജഗദീഷ് ശ്രീകുമാർ വരുന്നത്. അപ്പൊ ഈ ഒരു ത്രെഡ്, എനിക്ക് തോന്നുന്നു ഈ ഒരു ത്രെഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ തന്നെ കല്ലു ഡെന്നിസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് പക്ഷേ ഈ ഒരു സിനിമയിലെ 2.5 മണിക്കൂർ, സിനിമയുടെ അവസാനത്തെ ഒരു അരമണിക്കൂറൊക്കെ എത്തുമ്പോഴേ ഈ ഒരു ത്രെഡിലോട്ട് വരുന്നുള്ളൂ. അതുവരെ ഈ ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് മുഴുവൻ.